നാളുകൾക്ക് ശേഷമാണ് ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അടുത്ത വർഷത്തേക്കെല്ലാം കെട്ടിയൊരുക്കുവാണിത്. ഈ പ്രസവ ശുശ്രൂഷ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനുള്ള പ്രസവരക്ഷ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈന്തപ്പഴ മരത്തിൻ്റെ എല്ലാം ചെയ്യുന്നത്. അത് കായെല്ലാം ആൾക്കാർ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതെല്ലാം വെട്ടിയെല്ലാം ഒരുക്കുകയാണത്. അടുത്ത വർഷത്തേക്ക് അതെല്ലാം വെട്ടി ഒരുക്കുകയാണ്. ഇനി അടുത്ത വർഷം ഇതേപോലെ തന്നെ കായ്ക്കും, ആൾക്കാരും കഴിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാം വെട്ടി ഒരുക്കുകയെല്ലാം വൃത്തിയാക്കുകയാണ് ഈന്തപ്പഴ മരത്തിൻ്റെ. അപ്പോൾ ഈ കാണുന്നതൊക്കെ അൽജാഫർ ക്യാമ്പിനകത്തെ കാഴ്ചകളാണ് കേട്ടോ. പണ്ട് ഇതിന് മുന്നേ എല്ലാം ഒന്ന് കാണിച്ചതാണ് ഈ ക്യാമ്പിനകത്തെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ എല്ലാവരും പണിക്ക് കഴിഞ്ഞതിന് ശേഷം ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. അവിടെ കുറേ ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാർ വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ വൈകിട്ട് ഇവിടെ എല്ലാം ചെടി നനയ്ക്കി എടുക്കുകയൊക്കെ ചെയ്യും ആൾക്കാരെ. നല്ല വൃത്തിയായിട്ട് എന്തായാലും ഇവരിത് സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഗേറ്റിൻ്റെ ഭാഗത്തോട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പം ഈ കാണുന്ന ഒരു മലയാളി ഹോട്ടലാണ്. കുഴപ്പമില്ല, ഫുഡൊന്നും കുഴപ്പമില്ല, ഒരുമാതിരിയൊക്കെ നല്ല ഫുഡാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം. കണ്ടില്ല, നമ്മുടെ പൂച്ചേനെ ആരോ ആഹാരം കൊണ്ടിട്ട് കൊടുത്ത് കഴിച്ചാണ്. ദോശയാണ് രാവിലെ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇതൊക്കെ പുതുതായിട്ട് വന്ന ആൾക്കാരാണ്. അവർ അടുത്ത ക്യാമ്പസിനെ തിരക്കി നിൽക്കുകയാണ്. അപ്പുറത്ത് ആ കാണുന്നതാണ് ക്യാമ്പസിൻ്റെ പിന്നെ ഓഫീസ്, ആ നെറ്റ് കിട്ടുന്ന സ്ഥലം, അതൊക്കെയാണ് ആ കാണുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ പള്ളി. ഈ ക്യാമ്പിൽ ഏറ്റവും വലിയ പള്ളിയാണ്. സാധാരണ ക്യാമ്പുകളിൽ ഞാൻ ഇത്രയും വലിയ പള്ളി കണ്ടിട്ടില്ല. എന്തായാലും ഈ ക്യാമ്പിൽ എന്തായാലും നല്ല വലിയൊരു പള്ളിയാണുള്ളത്. ഇവിടെ നെറ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കിട്ടുന്നത്. വൈഫൈ കണക്ഷനും കിട്ടുന്നത്, ക്യാമ്പ് ഹൗസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഏരിയയിലുള്ളത്. അതിൻ്റെ അപ്പുറത്ത് 2 ATM ഉണ്ട്. അത് ഔട്ട് ഏരിയ ഉള്ള ആൾക്കാർക്ക് ആർക്കുമില്ല. അൽജാഫർ ക്യാമ്പിനകത്തുള്ള ആൾക്കാർക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ അവിടുന്ന്. അതിൻ്റെ തൊട്ട് ബാക്കിൽ പൈസ അയക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇത് പുതുതായിട്ട് വന്ന ആൾക്കാരാണിത്. ഇനി ഒരു ക്യാമ്പ് ഹൗസിനെ കാണണം. ക്യാമ്പ് ഹൗസിനെ കണ്ട് പാസ് എടുക്കണം. പഞ്ചിങ് പാസ്സാണ്, അതെടുക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ഇതാണ് ക്യാമ്പ് ഹൗസിൻ്റെ ഓഫീസ് കാര്യങ്ങൾ. അതിൻ്റെ ബാക്കി കാണുന്നതാണ് നമ്മുടെ പള്ളി, ഇവിടുത്തെ വലിയ പള്ളി. അതിരാവിലെ എന്തായാലും ഹോസ്പിറ്റൽ തുറന്നിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. എന്തായാലും കാലത്തെ ഹോസ്പിറ്റലിലോട്ട് പോയി നോക്കാം എന്താണെന്നുള്ളത്. പള്ളിയുടെ തൊട്ട് പുറകെ കാണുന്നതാണ് അൽമദീന ഹൈപ്പർ മാർക്കറ്റാണ് കാണുന്നത്. വില ഇച്ചിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ ആ ക്യാമ്പിൽ താമസിക്കുന്നവർക്കൊക്കെ ആശ്രയിക്കാൻ ഒറ്റ ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ഇവിടെ മൈതാനങ്ങളൊക്കെ നനയ്ക്കുകയാണ്. നല്ല വെള്ളമൊക്കെ അടിച്ച് എന്തായാലും വൃത്തിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിക്കുന്നുണ്ട്. എന്തായാലും സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നുണ്ട്. വെള്ളമൊക്കെ കണ്ടില്ലേ അടിക്കുന്ന നല്ല വൃത്തിയായിട്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാങ്ക് എന്ന് പറയുന്നത്. തൊട്ട് ബാക്കിൽ 2 ATM ഉണ്ട്. അവിടുന്ന് പൈസ എടുക്കുക, വീട്ടിൽ കയറി നയിക്കുക. നല്ല വൃത്തിയായിട്ട് എന്തായാലും ഈ പരിസരങ്ങളെല്ലാം അവർ സൂക്ഷിക്കുന്നത്. തൊട്ടപ്പുറം പള്ളിയൊക്കെ ആയതുകൊണ്ടാണ് നല്ല രീതിയിൽ അവർ സൂക്ഷിക്കുന്നത്. രാവിലെ എന്തായാലും ആൾക്കാർ ആരോ പ്രാവുകൾക്ക് കുറേ ഭക്ഷണം വെള്ളം എല്ലാം കൂടെ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് രാവിലെ ഭക്ഷണം എത്തിക്കുകയും വെള്ളവും എത്തിക്കുകയും പല പല ആൾക്കാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തായാലും കാലത്ത് അവർക്ക് ഭക്ഷണവും വെള്ളവും എന്തായാലും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കുന്നതിനുള്ള തിരക്കിലാണ്. എനിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്, അതിനുവേണ്ടി മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ തന്നെ കയറിക്കളയാം. അത് നമുക്ക് നോക്കാം, ഫ്രണ്ട് സൈഡിലൂടെ നോക്കാം. വീണ്ടും അതിനെ പോയിട്ട് കാര്യമൊന്നുമില്ലായിരുന്നു. വെളിച്ചെണ്ണ കിട്ടിയില്ല. പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയ്ക്ക് പോയത്, അത് കിട്ടിയില്ല. ഇപ്പോൾ പുതിയ വെളിച്ചെണ്ണ ഇറങ്ങിയിട്ടുണ്ട്, നിർമ്മൽ. വില ഏതാണ്ട് സാമ്യം തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. എല്ലാം കെമിക്കൽ ചേരുന്ന തന്നെ അല്ല. എന്തായാലും അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇനി പാരച്യൂട്ട് എന്താണോ വരാത്തതെന്നറിയില്ല. ഇവിടെ ഒരു കടകളിലും പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കാണ്. ഇപ്പോൾ ക്ലിനിക്ക് ലക്ഷ്യമാക്കി നടക്കുകയാണ്. തുറന്നിട്ടുണ്ടോ എന്നറിയില്ല. ഒന്നുകൂടെ പോയി നോക്കാം. അതിൻ്റെ വാതിൽക്ക വരെ തുറന്നിട്ടില്ലെങ്കിൽ റൂമിൽ പോയിട്ട് വീണ്ടും വരാം.
സമയം ക്ലിനിക്കിൻ്റെ സമയം എഴുതി വെച്ചിട്ടുണ്ട്. 9 മണി മുതൽ 1 മണി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ 5 മുതൽ 9 വരെ. ഓക്കെ, നമുക്കപ്പോൾ 9 മണിയായിട്ട് വരാം. അപ്പോൾ നമുക്ക് പതുക്കെ റൂമിലോട്ട് നടക്കാം. അൽജാഫർ ക്യാമ്പിനകത്തെ കാഴ്ചകളെന്ന് പറയുന്നത് ക്ലിനിക്കുണ്ട്, ഹൈപ്പർ മാർക്കറ്റുണ്ട്, ബാങ്ക് സൗകര്യങ്ങളുണ്ട്, ATM ഉണ്ട്. 2 ATM ഉണ്ട്. ഒന്ന് അൽജാഫറിനകത്ത് ഒരു ATM ഉണ്ട്, പിന്നെ ഒന്ന് വെളിയിൽ ഒരു ATM ഉണ്ട്. എന്നാലും തിരക്കാം, കുഴപ്പമില്ല. അപ്പോൾ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ സാധനങ്ങൾക്കൊക്കെ എല്ലായിടവും വില കൂടുതലാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അൽമദീനിൽ സാധനത്തിന് വില കൂടുതലാണ്. പിന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു എണ്ണം മാത്രമേ ഉള്ളൂ ഹൈപ്പർ മാർക്കറ്റ്, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ അകത്ത് ചെറിയ ചെറിയ കടകളുണ്ട്, അവിടെ ഇതൊക്കെ തന്നെ വിലകളൊക്കെ തന്നെ. എല്ലാവരും അത്യാവശ്യ സാധനങ്ങൾക്ക് ഓരോ സാധനം മാത്രം മതിയെങ്കിൽ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി ആ ചെറിയ കടകളിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ സാധനം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ വെളിയിൽ കടകളിൽ പോയി വാങ്ങിച്ചിട്ട് വരും. എന്തായാലും നമ്മുടെ ലക്ഷ്യസ്ഥാനം ആയിരുന്നു നമ്മുടെ ക്ലിനിക്ക് എന്ന് പറയുന്നത്. എന്തായാലും അത് തുറന്നിട്ടില്ല. പിന്നെ നമ്മൾ നാട്ടുകാരൻ്റെ ഒരു കടയാണിത്. ഇതിന് മുമ്പേ കണ്ട് സംസാരിച്ചതേ ഉള്ളൂ. സിൽവർ എയർലൈൻ ജെയിൻസ് സലൂൺ. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ നമ്മുടെ റൂം ലക്ഷ്യമാക്കി നടക്കാം. ചൂടാണ്, ചൂട് കൂടുന്നുണ്ട്. ഇനി 9 മണി സമയം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അന്നേരം വീണ്ടും പിന്നെ ചൂട് കൂടും. എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. മരുന്ന് വാങ്ങിക്കണം, പനിയാ, കഫം ഭയങ്കര വിഷയമാണ്. അവിടെയുണ്ട് ഒരു കട, അതും ഗൾഫ് സിറ്റി റെസ്റ്റോറൻ്റാണ്. അവിടെ ഇതുവരെ കയറിയിട്ടില്ല. എന്തായാലും പാകിസ്ഥാനികളാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന അടുത്ത റൂമാണ്. റൂം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടേയിരിക്കുന്നു.